ഹലോ ഗൈസ്, നമ്മളിന്ന് പിന്നെയും ഒരു ഡിബേറ്റ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ വേറെയാണ്, സ്കൂളിനെ പറ്റി തന്നെയാണ്. നമുക്ക് കൊച്ചുകുട്ടികളുണ്ട്, പൊളിറ്റിക്സിലൊന്നും പോകുന്നില്ല. സോ സ്കൂളിനെ പറ്റി അടുത്താണ്. ഈ സ്പോർട്സ് നെസസറി ഫോർ ചിൽഡ്രൻ. മലയാളത്തിൽ സ്കൂൾ കുട്ടികൾക്ക് സ്പോർട്സ് അനിവാര്യമാണ്. ഹലോ വൈഷ്ണവ് പ്രമോദ്, വരൂ. നിങ്ങൾ ലേറ്റ് ആയിരിക്കുന്നു, ഓൾറെഡി ലേറ്റ് ആയിരിക്കുന്നു ഗായ്. വൈഷു ഓക്കെ, ഇഞ്ചിയുള്ള ഇഞ്ചിനകത്ത് വഴി നമുക്ക് വൈഷയിലേക്ക് പോവാം. വൈഷു, ഈ സ്പോർട്സ് നെസസറി? കുട്ടികൾ പറയൂ. കുട്ടികൾ കളിക്കുമ്പോ എക്സസൈസൊക്കെ കൂടും. എന്താണ് നിങ്ങൾ പറയുന്നത് ഗായ്? ഗായോ? ഗായ് പറയൂ. ഗായോ പറ. അവരുടെ ഫീലിങ്സ് ലൈക്ക് ഒളിമ്പിക്സിലെ ചേച്ചി പറയൂ. അത്യാവശ്യം കൂടിയാ. കാരണം ഈ സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈക്ക് പഠിക്കുന്ന സ്ട്രെസ്സിലൊക്കെ ഒന്ന് ഫ്രീ കിട്ടാൻ വേണ്ടിയുള്ള സാധനമാണ്. ലൈക്ക് നമ്മളിപ്പോ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ ഇടയ്ക്ക് കളിക്കണം. പഠിച്ചുകൊണ്ടിരുന്നാൽ എല്ലാം മന്ദബുദ്ധിയാവും. പക്ഷെ കളിച്ചാലും പഠിത്തവും ഒരുമിച്ച് വന്നാലേ നമുക്കൊരു ബുദ്ധിയിലൊരു ഇത് എടുത്തുള്ളൂ, ലൈക്ക് കുറച്ച് ആക്റ്റീവ്നെസ് എടുത്തുള്ളൂ ബ്രെയിനിന്. എന്റെ അഭിപ്രായം തന്നെയാണ്. കാരണം പഠിച്ചാൽ മാത്രം പോരെ, അത് ഞാൻ പറയുന്നു. ചേച്ചിയിലൂടെ ഞാൻ അനുയോജിക്കുന്നു. പഠിച്ചാൽ മാത്രം പോരല്ലോ. ലൈക്ക് നമുക്കിപ്പം എക്സസൈസ് കിട്ടാറുണ്ട്, നല്ല ഫിറ്റ് ആയിരിക്കും. അപ്പൊ ലൈക്ക് ചേച്ചിന്റെ അംബീഷൻ എന്താ? എല്ലാവർക്കും സിക്സ് പാക്ക് ഉണ്ടാവും. സത്യം പറ, ചേച്ചിന്റെ അംബീഷൻ? എനിക്ക് ഒരു അത്ലറ്റ് ആണ്. ചേച്ചിന് അത്ലറ്റ്, ബുക്ക്, എല്ലാം കൂടെ ചേച്ചി ഒന്നാണ്. പക്ഷെ നീ പറ. സിംഗർ 2 ദിവസം IAS കണ്ട ഇത് ഡിബേറ്റ് ആണ്. സോറി, നമ്മളിവിടെ ഹിസ്റ്ററിയും പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നോക്കുക. കാരണം പഠിച്ചാൽ മാത്രം ലൈക്ക് ചേച്ചിന്റെ അത്ലറ്റ് ആണെന്നോ, ചേച്ചി പഠിക്കാൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. ലൈക്ക് ബോർഡ് എക്സാം ഒക്കെ വരെ പഠിച്ചേ പറ്റും. 10th ആ സമയത്ത് സ്പോർട്സും കളിച്ചോണ്ടിരുന്നാൽ കാണാം ബോർഡ് എക്സാമിനുള്ള മാർക്ക്. അപ്പം ഇപ്പൊ നമ്മൾ 7ാം ക്ലാസ് 3ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കളിക്കണം, അത് ആവശ്യമാണ്. കാരണം നമ്മള് ചെറിയ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറെ നമ്മുടെ ഈ പ്രായത്തിനനുസരിച്ച് നമുക്ക് ചെറുത് കുറെ ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ടും വേണം. ബോർഡ് എക്സാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിനൊക്കെ പഠിച്ചോണ്ടിരുന്നാ പോരാ, അതല്ലേ കളിക്കണം. ഞാൻ അതുപോലെ പറയുന്നേ. നീ പറയാൻ അതെ, കഴിഞ്ഞത് നമുക്ക് പഠിക്കാനും അല്ല. അങ്ങനെയാണെങ്കിൽ ചേച്ചി പറ, ബോർഡ് എക്സാം 10ാം ക്ലാസ് നാളെ എക്സാം, നമ്മളിവിടെ ബാസ്കറ്റ്ബോളും കളിച്ചോണ്ടിരിക്കും. ഞാനാണെങ്കിൽ ഞാൻ എപ്പോഴും പഠിച്ചോണ്ടിരിക്കത്തില്ല. ഒരു ദിവസത്തിന്റെ പകുതിയും നമ്മൾ പഠിക്കും, എന്നിട്ട് കുറച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കളിക്കും, എന്നിട്ട് ബാക്കി പഠിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് രണ്ടിലും ഇൻവോൾവ് ആവാൻ പറ്റും. ബോർഡ് എക്സാം നോക്ക്. നമ്മൾക്ക് ആനുവൽ എക്സാം ലാസ്റ്റ് വരെയാണ്. മാർച്ചിലാണ് നമ്മളുടെ. ചേച്ചി മാർച്ചിലാണ് നമ്മളുടെ എല്ലാവരുടെ ആനുവൽ. വൈഷു, നിന്റെ നാളെ 12ന്റെ എക്സാം. നല്ലതായിട്ട് പഠിക്കും. നീ ഒരു കാര്യം ചെയ്തു. ഇപ്പൊ നീ പറയും, എക്സാം ആവുമ്പോ നീ കാണിക്കുകയും വേണം. നീ എന്താ പറ. പഠിച്ചോണ്ടി ചേച്ചി പറ. ഞാനെന്നാ ചെയ്യുന്നത്, ഞാനാണെങ്കില് കുറച്ചേരം പഠിക്കും. ലൈക്ക് ഞാൻ രാവിലെ കുറച്ചേരം പഠിക്കും. പിന്നീട് ഞാൻ കുറച്ച് ലൈക്ക് പഠിത്തം നിർത്തിയിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യും. പിന്നെ വീണ്ടും പഠിക്കും. പിന്നെ സെയിം സാധനം തന്നെ രാത്രി എന്ന് പറയാം. കഴിക്കാറുണ്ട്. പട്ടിണിയാണ് കേട്ടോ. ഞാൻ
പഠിക്കുന്ന സമയത്ത് കഴിക്കാറുണ്ടറിയോ? നല്ലയാണ്. ഫ്രണ്ടിൽ ഒരു ബുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായി മാറിക്കൊണ്ടിരിക്കും. What is biodiversity? വായില് പറയാൻ പറ്റില്ല, ബ്രെയിൻ ഒന്നും പറയാൻ പറ്റില്ല. ബ്രെയിൻ എന്ന് പറയാൻ പറ്റും, ബ്രെയിൻ ഉണ്ടായാലും അതെല്ലാം എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമ്മൾ നീ മനുഷ്യനാണ്. ഇത് ഡിബേറ്റ് ആണ്, നമ്മൾ അവിടെ കൂടെ പോകുന്നത്. അതെ, ഓക്കെ. ഞാൻ പറയുന്നത് 3 പേര് യെസ് ആണ്. പക്ഷെ ഫിസിക്കൽ ഫിറ്റ്നസ് കിട്ടണം, അതൊന്നാണ്. നമ്മളിപ്പം ലൈക്ക് എന്റെ ആംബിഷൻ IPS പഠിച്ചിട്ട് പോയി 2 പോയിന്റ് ഇൻട്രൊഡക്ഷൻ ഇന്റർവ്യൂക്കാണ്. നിങ്ങൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ഡിഗ്രി വരെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ IPS ആയി സെലക്ട് ആയിരിക്കുന്നു. നാളെ റിസൾട്ട് വന്നിരിക്കുന്നു. ഞാൻ IPS ആയി ഞാൻ പോയിരിക്കുന്നു. ഞാൻ പോയിട്ട് അവിടെ പോയി എന്നെ നിർത്തി മാർച്ച് ചെയ്യാൻ എന്ത് ചെയ്യും? അവിടെ പോയി ഒന്നും പറ്റില്ല. കാരണം എന്താണ്? കാരണം നമുക്ക് മാർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. IPS ട്രെയിനിങ് വേണം. ട്രെയിനിങ്ങിന് നമുക്ക് അവിടെ എന്തോ പറ്റും. എനിക്കിപ്പോ കാണണം, പിടിച്ചില്ലേ ഈ ഇങ്ങനെ പുള്ളക്കുണ്ടല്ലോ, ഒന്നുപോലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. പറയണ ഈ ആൾക്ക് തടിയില്ലല്ലോ. തടിയേ ഇല്ല, വെറും 30.9 എന്റെ ഹൈറ്റിനകത്ത് അത്രയൊക്കെ ഭയങ്കര അണ്ടർ വെയിറ്റാ. എനിക്ക് 32. നമ്മൾ ഡിബേറ്റിൽ എവിടെ പോകുന്നത്? സത്യം. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ അവിടെ പോയിട്ട് മാർച്ചിങ് ചെയ്യാറുണ്ട്, ഓടാൻ അറിഞ്ഞു, ഇഴയാറിഞ്ഞു, ക്രിക്കറ്റ് കളിക്കാൻ അറിഞ്ഞു, ഫുട്ബോൾ കളിക്കാൻ അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാതെ അവിടെ ഇരിക്കും. അപ്പൊ അതിന് നമ്മൾ കൊച്ചിലേ പ്രാക്ടീസ്. അത് ഞാൻ പറഞ്ഞില്ല പഠിപ്പ് നിർത്തണമെന്ന്. പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാറുള്ളൂ. പഠിപ്പാണ് മുഖ്യം. നോളജ് ഇസ് ദ മെയിൻ, എഡ്യൂക്കേഷൻ ഇസ് ദ മെയിൻ വെപ്പൺ ടു സക്സസ്. ഇത്രയുള്ളൂ നമ്മൾ ഡിബേറ്റ്. അത് മാത്രമല്ല, കുറവുണ്ട്. അപ്പം നമ്മളുടെ ഡിബേറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലൈക്ക്, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ.